നമസ്കാരം. ഇന്ത്യയിലെ ഏക സർക്കാർ ടെലികോം കമ്പനിയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL. രാജ്യത്ത് താങ്ങാനാവുന്ന ബജറ്റിൽ പ്ലാനുകൾ അവതരിപ്പിക്കുന്ന ഏക ടെലികോമും BSNL തന്നെയാണ്. നിലവിൽ BSNL 4G വിന്യസിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 2025 പകുതിയോടെ സർക്കാർ ടെലികോം 5G അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. BSNL വരിക്കാർക്ക് കമ്പനിയുടെ മേലുള്ള ചെറിയ അസംതൃപ്തിയും 4G എത്തുന്നത് വൈകുന്നത് തന്നെയാണ്. കണക്ടിവിറ്റിക്കും സ്പീഡില്ലെന്നും നെറ്റ്വർക്ക് ഇഴച്ചിലാണെന്നും പരക്കെ പരാതി ഉയരുന്നുണ്ട്. ജിയോയ്ക്കും എയർടെലിനും ശേഷം സർക്കാർ ടെലികോമാണ് അടുത്ത 5G കാരനെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷകളെ വിഫലമാക്കി വോഡാഫോൺ ഐഡിയ ഈ ആഴ്ച 5G കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ടും BSNL 4G പോലും കിട്ടുന്നില്ലല്ലോ എന്ന വിമർശനങ്ങളാണ് കമ്പനിക്ക് നേരെ ഉയരുന്നത്. എങ്കിലും ഏറ്റവും ബജറ്റ് പ്ലാൻ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഗവി, അട്ടപ്പാടി ഉൾപ്പെടെ കേരളത്തിലെ നാനാഭാഗങ്ങളിൽ BSNL 4G എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലാണ് BSNL ആദ്യം തങ്ങളുടെ അതിവേഗ കണക്ടിവിറ്റി എത്തിച്ചിട്ടുള്ളത്. ടെലികോം ഓപ്പറേറ്റർ തരുന്ന വലിയൊരു ബജറ്റ് പ്ലാനാണ് ഇന്ന് നോക്കുന്നത്. വലിയ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീചാർജ് പ്ലാനിന്റെ വിലയല്ല. BSNL ഈ പ്ലാനിലൂടെ വലിയ വാലിഡിറ്റിയാണ് തരുന്നത്. 3 മാസത്തേക്കുള്ള പ്ലാനിന് വില വളരെ തുച്ഛമാണ്. ജിയോയും എയർടെല്ലും 28 ദിവസ പ്ലാനുകൾക്ക് ചിലവാകുന്ന പൈസയെ 3 മാസത്തേക്ക് ഇതിലാകുന്നുള്ളൂ. BSNLന്റെ 90 ദിവസ പ്ലാനിനെ കുറിച്ച് വിശദമായി നോക്കാം. കമ്പനിയുടെ 201 രൂപ പ്ലാൻ നിങ്ങൾക്കിണങ്ങിയ പാക്കേജ് തന്നെയാണ്. ഈ പ്ലാനിന്റെ കാലാവധി 90 ദിവസം വരെയാണ്. ഈ പ്ലാനിലൂടെ സൗജന്യ കോളിംഗ് മാത്രമല്ല, ഇന്റർനെറ്റ് ഡാറ്റയുടെയും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ പ്ലാനിൽ 3000 മിനിറ്റ് സൗജന്യ വോയിസ് കോളിംഗ് സൗകര്യമുണ്ട്. ഇതിൽ ധാരാളം ഇന്റർനെറ്റ് ഡാറ്റ ലഭിക്കില്ല. അതിനാൽ കൂടുതലും കോളുകൾക്കായി പാക്കേജ് നോക്കുന്നവർക്കുള്ള ഓപ്ഷനാണിത്. കാരണം 90 ദിവസ കാലാവധിയിൽ മൊത്തത്തിൽ 6 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. ഇതിൽ 99 സൗജന്യ SMS-കളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. BSNL സെക്കൻഡറി സിമ്മായി ഉപയോഗിക്കുന്നവർക്ക് സിം ആക്റ്റീവായി നിർത്താനുള്ള ഓപ്ഷൻ കൂടിയാണിത്. BSNL കേരള വരിക്കാർക്ക് പ്ലാൻ വൗച്ചേഴ്സിൽ നിന്ന് ഈ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ BSNL ഇപ്പോൾ 4G വ്യാപനത്തിന്റെ തിരക്കിലാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ 5G അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും മറുവശത്ത് തകൃതിയായി നടക്കുന്നുമുണ്ട്. 1,00,000 4G സൈറ്റുകൾ സജ്ജമാക്കാനാണ് BSNL TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകിയിട്ടുള്ളത്. അതിൽ 62,000 4G ടവറുകൾ ഇതിനകം സജ്ജമായതായി BSNL അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന പ്രദേശങ്ങളിലും എത്രയും വേഗം 4G ടവറുകൾ സ്ഥാപിക്കാൻ BSNL കാര്യമായ പരിശ്രമം നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുന്നത്. 2025 മധ്യത്തോടെ BSNL 5G എത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. അതായത് ഏപ്രിൽ മെയ് മാസത്തോടെ 4G വ്യാപനം പൂർത്തിയാക്കുകയും 5G സേവനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്യും.